ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ മുഗ്ലായിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചപ്പാത്തി, പുൽക്ക, നോർമൽ റൈസിൻ്റെ കൂടെയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കൂട്ടാനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം 1 kg ചെയ്യാനാണെങ്കിൽ ചിക്കൻ എടുത്തിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തേക്കാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കുരുമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കാം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം, 1/2 കപ്പ് നമുക്ക് തൈര് ഇട്ട് കൊടുക്കണം, പിന്നെ ആണെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. തൈര് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് വേണേ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് വേണ്ടിയാണെങ്കിലും ഇത് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അഥവാ സമയമില്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു അരമണിക്കൂറത്തേക്ക് വെക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും നേരം വെച്ചാലും മതിയാവും. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. ആ നേരം കൊണ്ട് ഞാനാണെങ്കിൽ ഇതുപോലെ സവാളയൊക്കെ നിങ്ങളെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 kg റെസിപ്പി ഇല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു മീഡിയം സൈസിൽ 5 സവാള എടുത്തേക്കുന്നത്. നിങ്ങളുടെ ഈ വലിയ സവാളയാണെങ്കിൽ 4 എടുത്താൽ മതി. അപ്പോൾ എണ്ണ ഒഴിച്ച് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഒന്ന് കരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇതുപോലെ ആയാൽ മതി. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഡാർക്കിഷ് കളറായി കിട്ടും നമുക്ക്. ഇത്രയും മതി. ഇനി നമുക്കാണെങ്കിൽ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, പിന്നെ ബേ ലീവ്സ്, ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കാണെങ്കിൽ എണ്ണയുടെ ക്വാണ്ടിറ്റി ഇതിനകത്ത് അധികം ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റണേ. ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ ഇത്രയും എണ്ണ ആവശ്യമുള്ള എണ്ണയുള്ളൂ, അതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല കേട്ടോ. അപ്പോൾ 3 ഏലക്കയും 10 ഗ്രാമ്പും 2 ബേ ലീവ്സും പിന്നെ കുറച്ച് 2 ഇഞ്ചിൻ്റെ കഷ്ണത്തെ അത്രയും നമുക്ക് കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് സോത്തയായി കഴിയുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് ചിക്കനില്ല, അത് നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായി എക്സ്ട്രാ വെള്ളം തന്നെത്താനെ ഇറങ്ങി വരും. ഇനി നമുക്കാണെങ്കിൽ ആ നേരം കൊണ്ട് നമുക്കാണെങ്കിൽ സവാളയൊക്കെ വറുത്ത് വെച്ചിരിക്കാം, അതൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മിക്സി ജാറിട്ട് കൊടുക്കാം. ഒരു 5-8 അണ്ടിപ്പരിപ്പും 5-8 ബദാമും കൂടി ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂറത്തേക്ക് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവിക്കുള്ളത് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ ഇതേ 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനാണെങ്കിൽ കുറച്ചൊന്ന് വെന്ത് ഒത്തിരി ഫുള്ളായിട്ട് വെന്തിട്ടില്ല, എന്നാലും ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മൾക്കാണെങ്കിൽ ഇതേക്ക് മസാല റെഡിയാക്കി വെച്ചേക്കാം, നമ്മൾ അരച്ച് വെച്ചേക്കാം, നമുക്ക് അത്രയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കാണെങ്കിൽ ആ ജാറിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സാക്കി അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അകത്താണെങ്കിൽ ഒന്നും ഒത്തിരി ഇതായിട്ടുള്ള മസാല എന്നല്ല, നമ്മൾ നോർമൽ റൂട്ടിനുള്ള മസാല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവുള്ള കഴിക്കാൻ താല്പര്യമാണെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇടണേ ഇവിടെ. അപ്പോൾ എന്നിട്ട് നമുക്കിതിനകത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ അതിനകത്ത് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അതും കൂടെ ആകത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനം ഇട്ടതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു 5-6 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ആ മിക്സി ജാറിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഞാനൊന്ന് മിക്സാക്കി അതും കൂടെ അകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റത്തേക്ക് അടച്ച് നമുക്ക് നന്നായിട്ട്, അല്ലെങ്കിൽ ചിക്കൻ എപ്പോഴാണ് നന്നായിട്ട് വെന്ത് പാകമാവുന്നത് വെച്ചാൽ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ആദ്യം നമ്മൾ കുറച്ചെല്ലാം ഇട്ടുള്ളായിരുന്നു. അപ്പോൾ ഇനി ആവശ്യമുള്ള ഉപ്പും 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് അടച്ച് നമുക്കൊന്ന് വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെന്ത് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് വെന്തൊന്ന് പാകമായി കഴിയുമ്പോൾ നമുക്ക് അതിന് മേളിൽ കുറച്ച് മല്ലിയിലും കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഗ്ലായി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ബൈ ഫ്രണ്ട്സ്.